നമ്മൾ പഠിക്കാൻ പോകുന്നത് ആധുനിക ഇന്ത്യയാണ്. ആധുനിക ഇന്ത്യക്ക് തുടക്കം കുറിച്ചതെന്ന് പറയുന്ന യൂറോപ്യന്മാരുടെ ആഗമനമാണ് ആധുനിക ഇന്ത്യക്ക് തുടക്കം കുറിച്ച സംഭവം. അതായത് ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യന്മാരെന്ന് പറയുന്ന ഒന്ന് പോർച്ചുഗീസുകാര്. ഇന്ത്യയിൽ ആദ്യം എത്തിയ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാര്. പിന്നീട് വന്നു ഡച്ചുകാര്, അതുപോലെ ഇംഗ്ലീഷുകാര്, ഡാനിഷുകാര്, ഫ്രഞ്ചുകാര്. ആദ്യം വന്നത് പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഡാനിഷ്, ഫ്രഞ്ച്. ഈ 5 കൂട്ടരാണ് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിൽ വന്ന് ആധിപത്യം ഉറപ്പിച്ച യൂറോപ്യൻ ശക്തികൾ. ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. കിങ് ഹെൻറി ഓഫ് പോർച്ചുഗീസ്, പോർച്ചുഗീസിലെ ഹെൻറി എന്ന് പറഞ്ഞ രാജാവ്. അദ്ദേഹം മനസ്സിലാക്കി ഇന്ത്യയിലേക്ക് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്ക് അല്ല ഏഷ്യയിലേക്ക് കരമാർഗം ഒരു വഴിയില്ല എന്ന്. അങ്ങനെ കടലിൽ കൂടെ ഒരു മാർഗം കണ്ടെത്തുവാനായിട്ട് അദ്ദേഹം ലോകത്താദ്യമായിട്ട് ഒരു നാവിക സ്കൂൾ ആരംഭിക്കുന്നു. നാവിക സ്കൂള്, അതിനാൽ കിങ് ഹെൻറിയെ നാവിഗേറ്റർ എന്ന് അറിയപ്പെടുന്നു. കിങ് ഹെൻറിക്ക് ശേഷം വന്ന കിങ് മാനുവൽ ഒന്നാമൻ, ഇദ്ദേഹം ഈ നാവിക സ്കൂൾ സന്ദർശിക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു നാവികനാണ് വാസ്കോ ഡ ഗാമ എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഈ കിങ് മാനുവൽ ഒന്നാമന്റെ അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരമാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഈ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നത് 1497 ലിസ്ബണിൽ നിന്നും. അദ്ദേഹം ഇന്ത്യയിൽ എത്തിച്ചേർന്നത് 1498 മെയ് 20 എവിടെയാണ് അദ്ദേഹം എത്തിച്ചേർന്നത്? കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിലെ കപ്പാടിനടുത്തുള്ള പന്തലായനി എന്ന് പറഞ്ഞ കടപ്പുറത്താണ് അദ്ദേഹം എത്തിച്ചേർന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കിങ് മാനുവൽ ഒന്നാമൻ, ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നത്. ലിസ്ബണിൽ നിന്നാണ് അദ്ദേഹം യാത്ര തിരിക്കുന്നത്. 1497 അദ്ദേഹം ലിസ്ബണിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നത്. എത്തിച്ചേർന്നത് 1498 മെയ് 20 കപ്പാടിനടുത്തുള്ള പന്തലായനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ വാസ്കോ ഡ ഗാമ വന്ന കപ്പൽ എന്ന് പറയുന്നത് സെന്റ് ഗബ്രിയേൽ എന്നാണ് വാസ്കോ ഡ ഗാമ സഞ്ചരിച്ചിരുന്ന കപ്പലിന്റെ പേര്. ഇതോടൊപ്പം തന്നെ മറ്റു 2 കപ്പലുകൾ കൂടി ഇദ്ദേഹത്തിന്റെ കൂടെ അനുഗമിച്ചിരുന്നു. അവയാണ് റാഫേൽ, ബറിയോ എന്നീ കപ്പലുകൾ. വാസ്കോ ഡ ഗാമ വന്ന കപ്പലാണ് സെന്റ് ഗബ്രിയേല്. കൂടെ അദ്ദേഹത്തെ അനുഗമിച്ച കപ്പലുകളാണ് റാഫേൽ, ബറിയോ എന്നിവ. അതുപോലെ തന്നെ വാസ്കോ ഡ ഗാമ 3 തവണ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഒന്ന് 1498, അതുപോലെ 1502, പിന്നീട് 1524. ഈ ആദ്യത്തെ 2 തവണ 1498, 1502 എന്നീ തവണകളിൽ ഒരു നാവികൻ എന്ന നിലയ്ക്കാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത്. എന്നാൽ 1524 ഒരു വൈസ്രോയി ആയിട്ടാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നത്. 1524 വാസ്കോ ഡ ഗാമയുടെ 3ാമത്തെ വരവെന്ന് പറയുന്ന അദ്ദേഹം ഒരു വൈസ്രോയി ആയിട്ടാണ് ഇന്ത്യയിലെത്തിയത്. ഈ വർഷം തന്നെ വാസ്കോ ഡ ഗാമ മരണപ്പെടുന്നു. അദ്ദേഹത്തെ അടക്കം ചെയ്തത് സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. ഫോർട്ട് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. ആ 3ാമത്തെ വരവ് 1524 ആ വൈസ്രോയി ആയിട്ട് വന്ന ആ വരവിൽ തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. എന്നാൽ 1539 വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം ലിസ്ബണിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും അവിടെ ജെറോണിമസ് കത്തീഡ്രലിൽ വീണ്ടും അടക്കം ചെയ്യുകയും ചെയ്തു. രണ്ടാമതായിട്ട് പെട്രോ അൽവാരിസ് കബ്രാള്, ഇന്ത്യയിലേക്ക് 2ാമത്തെ പോർച്ചുഗീസ് നാവികനാണ് പെട്രോ അൽവാരിസ് കബ്രാള്. ഇദ്ദേഹം 1500 ഇന്ത്യയിലെത്തി. അതുപോലെ തന്നെ ഇദ്ദേഹമാണ് ബ്രസീൽ കണ്ടുപിടിച്ചത്. ബ്രസീലിൽ എത്തിച്ചേർന്ന ആദ്യത്തെ പോർച്ചുഗീസ് നാവികൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ പെട്രോ അൽവാരിസ് കബ്രാളാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. പെട്രോ അൽവാരിസ് കബ്രാള് ഇന്ത്യയിലെത്തിയ 2ാമത്തെ പോർച്ചുഗീസ് നാവികനാണ് പെട്രോ അൽവാരിസ് കബ്രാള്. 1500 ഇദ്ദേഹം ഇന്ത്യയിലെത്തിയത്. ഇദ്ദേഹമാണ് ബ്രസീൽ കണ്ടുപിടിച്ചത്. അടുത്തതായിട്ട് വരുന്ന 3ാമതായിട്ട് വരുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇദ്ദേഹം 1503 ഇന്ത്യയിലെത്തി. 1505 വൈസ്രോയി ആയി. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഇത് ഒത്തിരിയധികം പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഈ പോയിന്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡ 1503 ഇന്ത്യയിലെത്തി. 1505 വൈസ്രോയി ആയി. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഇദ്ദേഹമാണ് 1508
കണ്ണൂരിൽ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിക്കുന്നത് ഫ്രാൻസിസ്കോ ഡി ആൽമേഡയാണ്. സെന്റ് ആഞ്ചലോ കോട്ട ഫ്രാൻസിസ്കോ ഡി ആൽമേഡ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ നയമാണ് ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീലജല നയം. അതായത് ഈ ഫ്രാൻസിസ്കോ ഡി ആൽമേഡ മനസ്സിലാക്കി ഇനി യൂറോപ്യന്മാർ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അവരെല്ലാം കടൽ മാർഗമായിരിക്കും കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ എത്തിച്ചേരുക. അതുകൊണ്ട് അവിടുത്തെ കോമ്പറ്റീഷൻ കുറയ്ക്കാനായിട്ട് ഈ കടലിൽ അവർ എത്തിച്ചേരാൻ സാധ്യതയുള്ള തീരപ്രദേശങ്ങളിലെല്ലാം ഈ പുള്ളി സേനയെ നിയോഗിക്കുകയാണ്. അവരെത്തിച്ചേർന്ന് അവരെ ഇവിടെ അടുപ്പിക്കാതിരിക്കാൻ ആ നയമാണ് ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീലജല നയം എന്നറിയപ്പെടുന്നത്. അടുത്തായിട്ട് വരുന്നു അൽഫോൺസോ ഡി അൽബുക്കർക്ക്. ഈ അൽഫോൺസോ ഡി അൽബുക്കർക്ക് ഇന്ത്യയിലേക്ക് എത്തുന്നത് 1509 അല്ലെങ്കിൽ 1510 ഇന്ത്യയിലെത്തിയത്. രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽഫോൺസോ ഡി അൽബുക്കർക്ക്. ഇദ്ദേഹമാണ് ഗോവ കീഴടക്കുന്നത്. 1510 ബാമിനി രാജവംശത്തിലെ രാജാവായിരുന്ന ആദിൽ ഷാഹിയെ പരാജയപ്പെടുത്തിയാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ 1512 ബഗ്ഗൽ കോട്ട കർണാടകത്തിൽ നിർമ്മിക്കുന്നത് അൽഫോൺസോ ഡി അൽബുക്കർക്കാണ്. ഇദ്ദേഹത്തിന്റെ പോളിസി ആയിരുന്നു മിക്സഡ് കോളനി സിസ്റ്റം. ഒന്നും കൂടെ പറയാം, അൽഫോൺസോ ഡി അൽബുക്കർക്ക് 1509 അല്ലെങ്കിൽ 1510 ഇന്ത്യയിലെത്തിയത്. സെക്കൻഡ് പോർച്ചുഗീസ് വൈസ്രോയി ആണ്. ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽഫോൺസോ ഡി അൽബുക്കർക്ക്. ഇദ്ദേഹം 1510 ഗോവ പിടിച്ചെടുക്കുന്നു. ആരുടെ കയ്യിൽ നിന്നാണ്? ബാമിനി രാജവംശത്തിലെ രാജാവായിരുന്ന ആദിൽ ഷാഹിയുടെ കയ്യിൽ നിന്നാണ് ഗോവ പിടിച്ചെടുക്കുന്നത്. 1512 ബഡ്ഗൽ കോട്ട കർണാടകത്തിൽ നിർമ്മിക്കുന്നു അൽഫോൺസോ ഡി അൽബുക്കർക്ക്. അതുപോലെ ഇദ്ദേഹത്തിന്റെ പോളിസിയാണ് മിക്സഡ് കോളനി സിസ്റ്റം. ഓക്കെ, നമ്മൾ ഈ അൽഫോൺസോ ഡി അൽബുക്കർക്കാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അൽഫോൺസോ ഡി അൽബുക്കർക്കാണ്. ഇദ്ദേഹമാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇദ്ദേഹം നിർമ്മിച്ച കോട്ട എവിടെയാണ്? ബഡ്ഗൽ കോട്ട കർണാടകത്തില്. അപ്പൊ അൽഫോൺസോ ഡി അൽബുക്കർ. അടുത്തതായിട്ട് നാനോ ഡി കുൻഹ. 1530 പോർച്ചുഗീസുകാരുടെ തലസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റി. ഓക്കെ, 1530 പോർച്ചുഗീസ് തലസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയത് നാനോ ഡി കുൻഹ. അടുത്തതായി വരുന്നു മാർട്ടിൻ അൽഫോൺസോ ഡിസൂസ. 1542 ഇന്ത്യയിലെത്തിയാണ് മാർട്ടിൻ അൽഫോൺസോ ഡിസൂസ. ഇദ്ദേഹത്തിന്റെ കൂടെയാണ് ഫ്രാൻസിസ്കോ സേവിയർ അല്ലെങ്കിൽ ഫ്രാൻസിസ് പുണ്യാളൻ ഇന്ത്യയിലെത്തിയത്. മാർട്ടിൻ അൽഫോൺസോ ഡിസൂസയുടെ കൂടെ. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് ഫ്രാൻസിസ്കോ സേവിയർ. പോർച്ചുഗീസുകാരുടെ ആദ്യ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. പിന്നീട് നമ്മൾ പറഞ്ഞിരുന്നു അവർ കൊച്ചിയിൽ നിന്നും ക്യാപിറ്റൽ ഗോവയിലേക്ക് മാറ്റി. അങ്ങനെ പെർമനന്റ് ക്യാപിറ്റൽ ഗോവ. പോർച്ചുഗീസുകാരുടെ ആദ്യ തലസ്ഥാനം കൊച്ചി, അവരുടെ പെർമനന്റ് ക്യാപിറ്റല് ഗോവ. പോർച്ചുഗീസുകാർ ആദ്യത്തെ വ്യാപാര കേന്ദ്രം തുടങ്ങുന്നത് കോഴിക്കോടാണ്. ഇവരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം തുടങ്ങുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ അച്ചടിശാല 1556 ഗോവയിലാണ് ആരംഭിക്കുന്നത്. പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ അച്ചടിശാല എവിടെയാണ്? ഗോവയിലെ. ഏതാണ് വർഷം? 1556. നമ്മളതുപോലെ പറയാം, പോർച്ചുഗീസുകാരുടെ ആദ്യ തലസ്ഥാനം കൊച്ചി, എന്നാൽ അവരുടെ പെർമനന്റ് ക്യാപിറ്റൽ ഗോവയിലാണ്. അതുപോലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം അവർ സ്ഥാപിക്കുന്നത് കോഴിക്കോടാണ്. അതുപോലെ ആദ്യത്തെ അച്ചടിശാല 1556 ഗോവയിലാണ് സ്ഥാപിക്കുന്നത്. അതുപോലെ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ചില നിർമ്മിതികളാണ് ഒന്ന് സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഫോർട്ട് കൊച്ചി, അതുപോലെ സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഗോവ. ഈ സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഗോവയിലാണ് നമ്മുടെ ഫ്രാൻസിസ് പുണ്യാളൻ അല്ലെങ്കിൽ ഫ്രാൻസിസ്കോ സേവിയറെ അടക്കം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനം നടക്കുന്നത് സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഗോവയിലാണ്. അപ്പൊ ഏതൊക്കെയാണ് രണ്ട് പള്ളികൾ? സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഫോർട്ട് കൊച്ചി, അതുപോലെ തന്നെ സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഗോവ. നമ്മൾ പറഞ്ഞു സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഗോവയിലാണ് ഫ്രാൻസിസ് പുണ്യാളനെ അടക്കം ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനം നടക്കുന്നത്. അതുപോലെ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിതി എന്നറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ട വൈപ്പിനടുത്തായതുകൊണ്ട് വൈപ്പിൻ കോട്ട എന്നറിയപ്പെടുന്നു. അതുപോലെ അത് പള്ളിപ്പുറത്തിനടുത്തായതുകൊണ്ട് പള്ളിപ്പുറം കോട്ട എന്നറിയപ്പെടുന്നു. കൊച്ചിയിലായതുകൊണ്ട് കൊച്ചി കോട്ട എന്നും ആയിക്കോട്ട എന്നും അറിയപ്പെടുന്നത് ഈ മാനുവൽ കോട്ട തന്നെ.
ഒന്നും കൂടെ പറയാം. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിതി എന്ന് പറയുന്നത് മാനുവൽ കോട്ടയാണ്. അത് വൈപ്പിനടുത്താണ്, അതിനാൽ വൈപ്പിൻ കോട്ട എന്ന് പറയുന്നു. പിന്നീട് പള്ളിപ്പുറത്ത് പറഞ്ഞ സ്ഥലത്താണ് പള്ളിപ്പുറം കോട്ട എന്ന് പറയുന്നു. കൊച്ചിയിലാണ് കൊച്ചി കോട്ട എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആയിക്കോട്ട എന്ന് പറയപ്പെടുന്നത് ഈ മാനുവൽ കോട്ട തന്നെ. പോർച്ചുഗീസുകാരുടെ പതനം അല്ലെങ്കിൽ പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ നോക്കാം. അതിലാണ് ഒന്നാമത്തെയാണ് മതപരമായ കാരണങ്ങൾ. അതിലൊന്ന് ഉദയംപേരൂർ സുനഹദോസ്, അതായത് കേരളത്തിലെ സിറിയൻ ക്രൈസ്തവരെ ലാറ്റിൻ മതത്തിലേക്ക് ബലമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പോർച്ചുഗീസുകാരുടെ ശ്രമമാണ് ഉദയംപേരൂർ സുനഹദോസ് എന്ന് പറയുന്നത്. അത് 1599 ഉദയംപേരൂർ സുനഹദോസ് നടന്നത്. എന്നാണ് ഉദയംപേരൂർ സുനഹദോസ് നടന്നത് 1599. ഇതിൽ 813 ആളുകൾ പങ്കെടുത്തിരുന്നു. ഇതിൽ അധ്യക്ഷത വഹിച്ചിരുന്നത് ഗോവയിലെ ആർച്ച് ബിഷപ്പായിരുന്ന അലക്സിസ് ഡി മെനസിസ് ആണ്. ഉദയംപേരൂർ സുനഹദോസ് എന്ന് പറയുന്നത് കേരളത്തിലെ സിറിയൻ ക്രൈസ്തവരെ ലാറ്റിൻ മതത്തിലേക്ക് ബലപൂർവ്വം കൺവേർട്ട് ചെയ്യാനുള്ള ശ്രമമാണ്. ഇത് 1599 നടന്നത്. ഇതിൽ 813 ആളുകൾ പങ്കെടുത്തു. അതുപോലെ ഇതിൽ അധ്യക്ഷത വഹിച്ചത് അലക്സിസ് ഡി മെനസിസ് ആണ്. അതുപോലെ തന്നെ കൂനംകുരിശ് സത്യപ്രതിജ്ഞ, അത് 1653 ജനുവരി 3 അതായത് കേരളത്തിലെ ആ സിറിയൻ ക്രൈസ്തവർ, അങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെട്ട ആ സിറിയൻ ക്രൈസ്തവർ അല്ലെ അവരുടെ പിന്തുടർച്ചക്കാര് ഇതുപോലെ പോർച്ചുഗീസുകാരെയും അതുപോലെ ലാറ്റിൻ മതത്തെയും ഒന്നും അംഗീകരിക്കില്ല എന്ന ഒരു ദൃഢപ്രതിജ്ഞ ചെയ്തതാണ് കൂനംകുരിശ് സത്യപ്രതിജ്ഞ. അത് 1653 ജനുവരി 3 പിന്നീട് മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ബോംബെ എന്ന പ്രദേശം പോർച്ചുഗീസിലെ ഒരു രാജകുമാരിയാണ് കാതറിൻ, അതുപോലെ തന്നെ ചാൾസ് സെക്കൻഡ് എന്ന ബ്രിട്ടീഷ് രാജകുമാരനെ വിവാഹം ചെയ്തു. പോർച്ചുഗീസിലെ രാജകുമാരിയായിരുന്ന കാതറിൻ രാജകുമാരി ചാൾസ് സെക്കൻഡ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് രാജകുമാരനെ വിവാഹം ചെയ്തപ്പോൾ ബോംബെ എന്ന പ്രദേശം, അന്നത്തെ തന്നെ ഒരു തുറമുഖ നഗരമൊക്കെ ആയിരുന്നു ബോംബെ. ആ ബോംബെ എന്ന പ്രദേശം ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനമായി നൽകി. അതും പോർച്ചുഗീസുകാർ പരാജയപ്പെടാൻ ഒരു കാരണമായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയേക്കാൾ അടുത്തുള്ള ബ്രസീലിന് കൂടുതൽ പ്രാധാന്യം നൽകി പോർച്ചുഗീസുകാര്. അപ്പോൾ ഇന്ത്യയിലുള്ള അവരുടെ ഫോക്കസ് പോവുകയും ആ സമയത്ത് ബ്രിട്ടീഷുകാർക്കൊക്കെ ഇവിടെ ആധിപത്യം ഉറപ്പിക്കാനായിട്ട് സഹായകരമാവുകയും ചെയ്തു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുമായിട്ട് 1612 മുതൽ 1615 വരെ നടന്ന സ്വലെ എന്ന് പറഞ്ഞ യുദ്ധം, ഈ യുദ്ധത്തിൽ പോർച്ചുഗീസുകാർ പൂർണ്ണമായി പരാജയപ്പെടുകയും അതുപോലെ തന്നെ ഇവിടെ വളരെയധികം ശിഥിലമാക്കപ്പെടുകയും ചെയ്തു. നമ്മൾ ഒന്നുകൂടെ പറയാം, പോർച്ചുഗീസുകാർ ഒന്നാമത്തെ അവിടെ പരാജയപ്പെടാനുള്ള കാരണം മതപരമായ കാരണമാണ്. അതൊന്ന് ഉദയംപേരൂർ സുനഹദോസ് 1599 നടന്നത്. 813 പേര് പങ്കെടുത്തു. അധ്യക്ഷത വഹിച്ചത് അലക്സിസ് ഡി മെനസിസ് ആണ്. അതുപോലെ തന്നെ കൂനംകുരിശ് സത്യപ്രതിജ്ഞ, പോർച്ചുഗീസുകാരെയും ലാറ്റിൻ മതത്തെ ഒന്നും അംഗീകരിക്കില്ല എന്ന് ഇവിടുത്തെ സിറിയൻ ക്രൈസ്തവര് ഒരു ദൃഢപ്രതിജ്ഞ ചെയ്തതാണ്. അങ്ങനെ അവരെല്ലാം ആ ജനവിഭാഗം ഇവർക്കെതിരായി കൂനംകുരിശ് സത്യപ്രതിജ്ഞ. പിന്നീട് ബോംബെ എന്ന് പറഞ്ഞ പ്രദേശം കാതറിൻ ചാൾസ് സെക്കൻഡ് രാജകുമാരിയുടെ വിവാഹത്തോട് അനുബന്ധിച്ച് അവർക്ക് ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനമായി നൽകി. അതുപോലെ തന്നെ ബ്രസീലിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഇന്ത്യയിലേക്ക് കൂടുതൽ അടുത്തുള്ള ബ്രസീലിന് ഇവർ പ്രാധാന്യം കൊടുത്തു. പിന്നീട് 1612 മുതൽ 1615 വരെ ഉണ്ടായ സൊലെ യുദ്ധം, അതിൽ ബ്രിട്ടീഷുകാരോട് പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളാണ് ഗോവ, ദാമൻ, ദിയു എന്നിവ. ഏതൊക്കെയാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങൾ? ഗോവ, ദാമൻ, ദിയു. ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഇന്ത്യ ഗവൺമെന്റ് മോചിപ്പിക്കുന്നത് 1961 ഓപ്പറേഷൻ വിജയ് എന്ന് പറഞ്ഞ സൈനിക നടപടിയിലൂടെയാണ്. 1961 ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നടപടിയിലൂടെയാണ് ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ ഇന്ത്യൻ ഗവൺമെന്റ് മോചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്റ്റർ എന്നറിയപ്പെടുന്നത് മലയാളിയായ VK കൃഷ്ണമേനോനായിരുന്നു. ഓക്കെ, ആ സമയത്തെ പ്രതിരോധ മന്ത്രി ആരാണ്? VK കൃഷ്ണമേനോൻ. പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന അല്ലെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം. ചവിട്ട് നാടകം പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അതുപോലെ അവർ കൊണ്ടുവന്ന കാർഷിക വിളകളാണ് കശുവണ്ടി, പപ്പായ, പുകയില, കൈതച്ചക്ക. അപ്പൊ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? കശുവണ്ടി, പപ്പായ, പുകയില, കൈതച്ചക്ക. അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ നമ്മുടെ മലയാളത്തിലോട്ട് വന്ന കുറച്ച് വാക്കുകളാണ് കോടതി, വരാന്ത, തൂവാല എന്നിവ. ഇന്ത്യയിൽ ഏറ്റവും ആദ്യം വന്ന അല്ല യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അവസാനം പോയതുമായ ശക്തിയാണ് പോർച്ചുഗീസുകാര്. ഏകദേശം 463 വർഷം പോർച്ചുഗീസ് സാന്നിധ്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഓക്കെ,
ഇന്ത്യയിൽ ഏറ്റവും ആദ്യം വന്നതും ഏറ്റവും അവസാനം തിരിച്ചു പോയതും പോർച്ചുഗീസുകാരാണ്. 463 വർഷത്തോളം പോർച്ചുഗീസ് സാന്നിധ്യം ഇന്ത്യയിലുണ്ടായിരുന്നു.